ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കലക്ക് വയ്ക്കുന്ന മാവ് വെച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുത്താൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചപ്പാത്തി ആയിട്ട് കിട്ടുമോ അതോ നമുക്ക് ദോശ ആയിട്ടാണോ മാറുക, നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ട് കിട്ടുമോ, ചപ്പാത്തിയും ദോശയും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു നോക്കുക. അതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കട്ടോ ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/4 കപ്പ് അളവിൽ ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചായിട്ട് നോർമലായിട്ടുള്ള പച്ചവെള്ളം ചേർത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ കുറഞ്ഞ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം വെള്ളം നിങ്ങൾ കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ബാറ്ററായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ നമ്മളെ ബാറ്ററിന്. ഇങ്ങനെ ഒരു ഒഴിക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കയ്യിൽ വെക്കാതെ നേരെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ പാനിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയൊരു വലുപ്പത്തിൽ കിട്ടുന്നത് വരെ മാത്രം മതി കേട്ടോ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് എപ്പോഴും പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോഴാണ് നമുക്കൊന്ന് പെട്ടെന്ന് പൊങ്ങിയിട്ട് കിട്ടുള്ളൂ. അപ്പം 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്താൽ നമുക്കിതുപോലെ ഒന്ന് പൊങ്ങിയിട്ട് കിട്ടും കേട്ടോ. നല്ല ചപ്പാത്തിയൊക്കെ പൊങ്ങി വരുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് പൊങ്ങിയിട്ട് കിട്ടും. ഇതിൻ്റെ ആക്ച്വൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 8-9 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേ രീതിക്കൊന്ന് പൊങ്ങി നല്ല പെർഫെക്റ്റ് ചപ്പാത്തി പോലെ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് നോർമൽ ചപ്പാത്തി ആയിട്ട് ചുട്ടെടുക്കുമ്പം നമുക്കറിയാം ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു സൈഡും കൂടി കുക്ക് ചെയ്തെടുത്താൽ നമുക്ക് ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചപ്പാത്തി കിട്ടും കേട്ടോ. മറ്റേത് ലിക്വിഡ് ബാറ്ററായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പരത്തണ്ട കുഴക്കേണ്ട എന്നുള്ള നല്ലൊരു എളുപ്പമുണ്ടെങ്കിലും ചുട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒരു 2-3 ഒക്കെ നമ്മൾ ചുട്ടെടുക്കുമ്പോഴേക്ക് തന്നെ നല്ല പോലെ സമയമെടുക്കും. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ്. അപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ചപ്പാത്തി ചുടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ നോർമലായിട്ട് ചപ്പാത്തി ചുടുന്നത് തന്നെ ആയിരിക്കും ഈസി വേ. ഒരു 2-3 ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, കാരണം കുറഞ്ഞ അളവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു അളവിലൊക്കെ ചുട്ടെടുക്കുമ്പോൾ മാത്രമേ നമുക്കിതുപോലെ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് കഴിക്കാൻ തോന്നുള്ളൂ. അല്ലാതെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. കാണുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു. അപ്പം എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലത്തെ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.